DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലും നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തറിയിപ്പ്: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കും പ്രത്യേക ഓഫർ പദ്ധതിയുമായി സപ്ലൈകോ എത്തിയിരിക്കുകയാണ്. സപ്ലൈകോ സോക്കർ 11 എന്ന പേരിലാണ് പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 15 മുതലാണ് പദ്ധതിക്ക് തുടക്കമാകുന്നത്. ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആകർഷകമായ വിലക്കിഴിവുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സപ്ലൈകോ ഓരോ ടീമുകളെയും ഓരോ ഉൽപ്പന്നമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ പോരാട്ടത്തിനും ടീമുകൾ നടത്തുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവ് അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കും. ഈ വിലക്കിഴിവ് നിരക്ക് ആ ടീമിന്റെ അടുത്ത മത്സരം ആരംഭിക്കുന്നതുവരെ മാത്രമായിരിക്കും പ്രാബല്യത്തിലുണ്ടാവുക. തുടർന്ന് പുതിയ മത്സരത്തിലെ ഗോൾ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിലക്കിഴിവ് പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യും. ലോകകപ്പിൽ നിന്ന് ടീമുകൾ പുറത്താകുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട വിലക്കിഴിവും അവസാനിക്കും. അടുത്തറിയിപ്പ്: മൺസൂൺ കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ചെറുമീനുകളെ പിടിക്കുന്നതിനെതിരെ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ നിയമപ്രകാരമാണ് മത്സ്യങ്ങളുടെ മുട്ടയിടൽ കാലത്തെ ചെറുമീൻപിടുത്തം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വെള്ളം ഒഴുകുന്ന വഴിയിൽ തടസ്സം വരുത്തിയും അനധികൃത ഉപകരണങ്ങൾ ഉപയോഗിച്ചും മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്നത് ജലാശയങ്ങളിലെ മത്സ്യവംശനാശത്തിന് കാരണമാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ നിയമം ലംഘിച്ച് മീനുകളെ പിടിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണുള്ളത്. 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെയോ ശിക്ഷയായി ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തറിയിപ്പ്: സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കായി ആശ്വാസം 2026 എന്ന പേരിൽ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 1 മുതൽ ആഗസ്റ്റ് 31 വരെ നീളുന്ന ഈ പദ്ധതിയിലൂടെ വായ്പകൾ പലിശ ഇളവുകളോടെ തീർപ്പാക്കാൻ സാധിക്കും. പദ്ധതി കാലയളവിൽ ജപ്തി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വർഷത്തിലേറെ കുടിശ്ശികയുള്ള 50,000 രൂപ വരെയുള്ള ചെറു വായ്പകൾക്ക് 50% വരെ പലിശ ഇളവ് ലഭിക്കുന്നതാണ്. അടുത്തറിയിപ്പ്: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ ജൂൺ 19 ബജറ്റിൽ ഉണ്ടാകും. പെൻഷൻ തുക 3,000 രൂപയായി ഉയർത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ജൂൺ 24-25 തീയതികളിൽ ഫണ്ട് അനുവദിക്കുമെന്നും മുഹറം പ്രമാണിച്ച് ജൂൺ 26 തുക വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത്. ജൂലൈ ആദ്യ വാരത്തോടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ തുക ലഭ്യമാകും. അടുത്തറിയിപ്പ്: സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിടിവ് തുടരുകയാണ്. ഇന്ന് പവന് ഒറ്റയടിക്ക് 1,560 രൂപയാണ് കുറഞ്ഞത്. 1,06,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 195 രൂപയാണ് കുറഞ്ഞത്. 13,380 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 3 ദിവസത്തിനിടെ ഏകദേശം 5,000 രൂപയിലധികമാണ് പവൻ വിലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.